കാരണമായിരിക്കും ഡോക്ടർ. ഈ ലോക്കപ്പിനകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടർ മോഹൻകുമാറിന് അറിയാമോ? അറിയാമോ മോഹൻ? ഈശ്വരാനുഗ്രഹം കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതെ, എല്ലാം മറന്നുപോയ എന്റെ സഹോദരി രക്ഷിക്കാൻ വേണ്ടി എല്ലാ സൽഗുണങ്ങളുമുള്ള ഡോക്ടർ മോഹൻ എനിക്ക് കിട്ടിയത് എന്റെ ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഡോക്ടർ അങ്ങനെ പറയരുത്. ഇതെന്റെ കടമയല്ലേ? കടമയോ ത്യാഗമോ എന്തുമായിക്കൊള്ളട്ടെ, എന്റെ സഹോദരിക്ക് ഡോക്ടർ മോഹൻ ഉണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. ഈ ഭൂമിയിൽ മറ്റാർക്കും അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവകാശമില്ല. കസിനാണെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ വീണ്ടും വന്നാലോ? വീണ്ടും വന്നാൽ എന്ത് ചെയ്യണമെന്ന് ആരോഗ്യവാനായ ഡോക്ടർ മോഹൻകുമാറിനോട് ഞാൻ പറഞ്ഞു തരണോ? മതി, എനിക്കത് കേട്ടാൽ മതി. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രീദേവിയെ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് വിധേയയാക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായമൊന്നും നോക്കണ്ട. ശ്രീദേവിക്ക് വേണ്ടി മോഹൻ ചെയ്യുന്നതെല്ലാം നല്ലതിനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സദാസമയവും ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടിച്ചാടി നടന്നവളാണ് എന്റെ പൊന്നനുജത്തി. അവളുടെ ഈ നില എനിക്ക് സഹിക്കാനാകുന്നില്ല മോഹൻ. അനിയത്തി, നീ എന്നെ ചേട്ടാന്ന് വിളിക്കൂ. എപ്പോഴും ഓരോ കാര്യത്തിന് വേണ്ടി ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ നടന്നിട്ടുള്ള നീ ഒരിക്കലും നീ ചേട്ടാന്ന് വിളിക്കൂ. വിളിക്കൂ അനിയത്തി. ഈശ്വര, എന്റെ അനുജത്തിക്ക് എന്നെ മനസ്സിലാകുന്ന പോലുമില്ലല്ലോ. അങ്ങ് സമാധാനിക്കൂ. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ മുകളിലുണ്ട്. ഡോക്ടർ, സമയമായി അല്ലേ? അതെ ഡോക്ടർ, എന്റെ ശ്രീദേവിയെ ഞങ്ങൾ വീണ്ടും വരാം. ഡോക്ടർ രാജേന്ദ്രനെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുത്തിട്ട് മിസ് ജയലക്ഷ്മിക്ക് എന്ത് വേണം? നിങ്ങളുടെ ഈ പരിഭ്രമവും ആകാംക്ഷയൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. അങ്ങ് വീണ്ടും അത് തന്നെ പറയുന്നു. ഞാനും മിസ് ജയലക്ഷ്മി അല്ല, മിസ്സസ് ഡോക്ടർ രാജേന്ദ്രനാണ്. വാട്ട് യു മീൻ? അതെ സർ, ഡോക്ടർ രാജേന്ദ്രൻ എന്റെ ഭർത്താവാണ്. ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഫാമിലി അഡ്വക്കേറ്റാണ്. ഞാൻ പോലും അറിയാതെ ഇങ്ങനൊരു ബന്ധമോ? സംഭവിച്ചതെല്ലാം ഇനി ഒരിക്കൽ സൗകര്യത്തിന് പറയാം. തൽക്കാലം എന്റെ ഭർത്താവിന് വേണ്ടി അങ്ങ് കോടതിയിൽ ഹാജരാകണം. ഈ കേസിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ സ്വത്ത് മുഴുവനും മാറ്റിവെക്കും. അങ്ങനെ സഹായിക്കണം. ഇങ്ങനെയൊക്കെയാണ് വസ്തുതകളെന്ന് എനിക്കറിയില്ലായിരുന്നു. ഡോക്ടർ രാജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യും. കേസ് ആകെ ഒന്ന് പഠിക്കാൻ എനിക്ക് സമയം തരും. ശരി സർ. ഈ വീട് ഏതാണെന്നറിയാമോ? നിന്റെ വീടാണ്. നീയും നിന്റെ ചേട്ടനും കൂടി താമസിച്ചിരുന്ന വീട്. ചേട്ടൻ ആശുപത്രിയിൽ നിന്നും വരുന്നതും കാത്ത് എന്നും സന്ധ്യയ്ക്ക് നീ വാതുക്കൽ വന്ന് നിൽക്കുമായിരുന്നു. അതൊന്നും നീ ഓർക്കുന്നില്ലേ? വരൂ. നിന്റെ ചേട്ടനെ കാണാൻ എന്നും അതിഥികൾ വന്നിരിക്കാറുള്ള സ്വീകരണ മുറിയാണ്. നോക്കൂ, ഈ
കുഷൻ കവറെല്ലാം നീ നിന്റെ സ്വന്തം കൈകൊണ്ട് തുന്നിയത്. എത്ര മനോഹരമായിട്ടാണ് നീ മുറി അലങ്കരിച്ചിരിക്കുന്നത്. അന്നൊരു ദിവസം രാവിലെ ഞാൻ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. മറ്റാരോ ആണെന്ന് കരുതി ഒച്ച വെച്ചുകൊണ്ട് നീ വന്ന് കതക് തുറന്നു. എന്നെ കണ്ടപ്പോൾ നീ പകച്ചു. ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിന് നീ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിലോ എന്ന്. അതൊന്നും നീ ഓർക്കുന്നില്ലേ ശ്രീദേവി? ഈ വീട്ടിൽ കൊണ്ടുവന്നാലെങ്കിലും നിനക്ക് എന്തെങ്കിലും ഓർമ്മിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഈ അസമയത്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വരൂ. ആ മിസ്റ്റർ ഉണ്ണികൃഷ്ണനോ? ഞാൻ ശ്രീദേവി അന്വേഷിച്ച് നടക്കുന്നു. കോട്ടയം ചെന്നപ്പോൾ പറഞ്ഞ ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെയുമില്ല. ഇനി ആശുപത്രിയിൽ ചികിത്സയൊന്നുമില്ല. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. വകുപ്പ്? വകുപ്പ് എന്റെ കസിൻ സിസ്റ്ററിനെ നിങ്ങളുടെ കോട്ടേഴ്സ് താമസിപ്പിച്ചിരിക്കുന്നത് പരീക്ഷണത്തിനെന്ന് പറഞ്ഞ് ആരുമില്ലാത്ത ഈ വീട്ടിൽ അസമയത്ത് കൊണ്ടുവന്നത് ഏത് വകുപ്പ് അനുസരിച്ചാണെന്നാ എനിക്കറിയേണ്ടത്. ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന്റെ സഹോദരി, എന്റെ ചികിത്സയിലിരിക്കുന്ന ഒരു മാനസിക രോഗി, അത് തന്നെ വകുപ്പ്. അത് കൊള്ളാമല്ലോ. ബഹുമാനമുള്ളവരെല്ലാം പെങ്ങന്മാരെങ്ങനെ കൊണ്ടുപോകും എന്നില്ല, ചില പ്രത്യേക ചുറ്റുപാടുകൾ. വേണ്ട വേണ്ട, അങ്ങനെ ചുറ്റിനും പാടിയൊന്നും വേണ്ട. ഞാൻ ശ്രീദേവിയെ കൊണ്ടുപോകാൻ വന്നതാണ്. കൊണ്ടുപോകാനോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അത് ആരെന്തിനാ അന്വേഷിക്കുന്നത്? അവളെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. ഞാനേ അവളുടെ കസിനാ. ഈ കസിൻ ഇതുവരെ എവിടെയായിരുന്നു? അത് ചോദിക്കാൻ താനാരാ? ഞാൻ ആരുമാകട്ടെ, പക്ഷെ ശ്രീദേവിയെ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? കൊണ്ടുപോകുന്നില്ലല്ലോ, പിന്നെ എന്തിന് കൊണ്ടുപോയാലത്തെ കാര്യം ആലോചിക്കുന്നു? എങ്കിൽ കൊണ്ടുപോകുമ്പോൾ കാണിച്ചു തരാം. ശ്രീദേവി, ഞാൻ നിന്റെ ഉണ്ണികൃഷ്ണ. നമുക്ക് വീട്ടിലേക്ക് പോകാം. വരൂ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ആ കൈ വിടണം. വീട്ടിലെങ്കിലോ? ഓഹോ, ഒരു ബലപ്രയോഗത്തിലുള്ള ഭാവമാണ്. അതിനിടയാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ രാജേന്ദ്രന്റെ അനുവാദമില്ലാതെ ശ്രീദേവിയെ ഞാൻ ആരുടെയും കൂടെ അയക്കില്ല. ജയിലിൽ കിടക്കുന്ന സഹോദരന്റെ അനുവാദമോ? ശ്രീദേവിയെ കൊണ്ടുപോകണമെങ്കിൽ അത് വേണം. അല്ലാതെ കൊണ്ടുപോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വരൂ ശ്രീദേവി. താൻ എന്നെ ഇടിച്ചു അല്ലേ? എങ്ങനെയുണ്ട്? വന്നിട്ട് പറയാം. ആ, എന്നാൽ ഇപ്പോഴിറങ്ങിയാട്ടെ. വാതിൽ പൂട്ടണം. വരൂ ശ്രീ. ശ്രീദേവി, ശ്രീദേവി, നിങ്ങൾ ആരാ? എന്ത് വേണം? ഞാൻ ശ്രീദേവിയുടെ കസിൻ ഉണ്ണികൃഷ്ണൻ. മനസ്സിലായോ? വരൂ ശ്രീദേവി. നിങ്ങൾ ഇവരെ എവിടെ കൊണ്ടുവന്നു? ഡോക്ടർ, 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 ശ്രീദേവി ഒരാളൊന്ന് പിടിച്ചോണ്ട് പോകുന്നു.
എല്ലാവരും കൂടി ഡോക്ടർ ഒരു മാന്യനാണെന്നാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ ഇതുപോലെ പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്. നാട്ടുകാരായ ഞങ്ങൾക്ക് ചിലതൊക്കെ ഇവിടെ സാധിക്കും. ഞങ്ങളാരും ഡോക്ടർമാരല്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതിരിക്കട്ടെ, ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. കാര്യം എന്താണെന്ന് ഡോക്ടർക്ക് അറിയില്ലേ? ഇവിടെയുള്ള ആ പെൺകുട്ടി ഏതാണ്? ശ്രീദേവി. ഓഹോ, അതാണോ കാര്യം? ശ്രീദേവി എന്റെ ഒരു പേഷ്യന്റാണ്. പേഷ്യന്റ് നേഴ്സിംഗ് ഹോമിലല്ലേ? വീട്ടിലെന്താണ് കാര്യം? അത് പേഷ്യന്റിന്റെ ബന്ധുക്കൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ബന്ധു തന്നെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്. ഞാനേ ശ്രീദേവിയുടെ കസിൻ ബ്രദറാ. നിങ്ങൾ ഒരു കസിൻ ബ്രദർ അല്ലേ? ശ്രീദേവിയുടെ സ്വന്തം ബ്രദർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അത് ഡോക്ടർ വാദത്തിന് വേണ്ടി പറയുന്ന കൊലക്കേസിൽ പ്രതിയായിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശ്രീദേവിയെ ഉണ്ണികൃഷ്ണനോട് ഒന്നിച്ച് അയക്കണം. പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനിപ്പോ നിങ്ങളുടെ സമ്മതം ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഡോക്ടറോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ ഇടയാക്കരുത്. ശ്രീദേവിയെ ഉണ്ണികൃഷ്ണനോട് ഒന്നിച്ച് അയച്ചേ പറ്റൂ, അല്ലെങ്കിൽ ബലമായി പിടിച്ചുകൊണ്ട് പോകും. എന്റെ സഹോദരിക്ക് ഡോക്ടർ മോഹൻകുമാർ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ ഞാനിവിടെ കഴിയില്ല. ഈ ഭൂമിയിൽ മറ്റാർക്കും അവളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള അവകാശമില്ല. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്? നാട്ടുകാരോട് മത്സരിക്കാനാണോ ഭാവം? ഡോക്ടർക്ക് ശ്രീദേവിയുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൽ ഇടപെട്ടില്ലായിരുന്നു. എങ്കിൽ പറയണം, ബാക്കിയൂടി പറയണം. ശ്രീദേവിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ബന്ധമോ? കുന്തമാണ്. എന്തോന്ന് ബന്ധം? ശ്രീദേവിക്ക് വേണ്ടി മോഹൻ ചെയ്യുന്നതെല്ലാം അവളുടെ നന്മയ്ക്കായിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്ത് ബന്ധമാണെന്ന് പറയണം. ശ്രീദേവിയെ ഞാൻ വിവാഹം ചെയ്യാൻ പോവുകയാണ്. എന്തോന്നാ? വിവാഹമോ? അതെ, നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ശ്രീദേവിയെ വിവാഹം ചെയ്യാം. സമ്മതമാണോ? എനിക്ക് സമ്മതമല്ല. നിങ്ങളോടാരും ചോദിച്ചില്ല. ഇവർ പറയട്ടെ, നാട്ടുപ്രമാണിമാർ ഇവരല്ലേ? ഡോക്ടർ, ഇത് കാര്യമായിട്ട് തന്നെ പറയാം. ഞങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കല്യാണം ചെയ്യാം. ഇനി കുമ്പനാനെ കൊണ്ട് പറയിപ്പിക്കും. വിവാഹം ചെയ്യാമെന്ന് ഞാനല്ലേ പറയുന്നത്? ശരി, എന്നാൽ പിന്നെ പരാതിയില്ല. എങ്കിൽ വരും. നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നു? ന്യായം പറഞ്ഞ കേൾക്കണ്ടേ? നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ ശ്രീദേവിയെ എന്റെ ഭാര്യയായി സ്വീകരിക്കും. മോഹനോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്റെ സഹോദരി വിവാഹം ചെയ്ത് രക്ഷിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ എത്രയോ വലിയ മനുഷ്യനാണ്. ശ്രീദേവി, എന്റെ വിവാഹത്തിന് ചേട്ടന് സംബന്ധിക്കാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കൂ. അവളിതൊന്നും അറിയുന്നില്ല മോഹൻ. നിങ്ങളുടെ വിവാഹം പോലും അവൾ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞതൊന്നും എന്റെ സഹോദരി ഓർമ്മിക്കരുത്. മരണം വരെ ഓർമ്മിക്കരുത്. പക്ഷെ മറ്റുള്ളവർക്കും ഒരൽപ്പം ആശ്വാസം വേണ്ടേ? തീർച്ചയായും വേണം. അതിന് ഞാൻ മാർഗം പറയാം. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരരുത്. എന്നെ മറന്നേക്കൂ. ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സന്തോഷത്തോടുകൂടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാനും ഒരു മനുഷ്യനാണ്. അങ്ങയെ രക്ഷിക്കാൻ കഴിയുന്നൊരു മനുഷ്യൻ. പക്ഷേ സ്നേഹം കൊണ്ട് എന്റെ വായി മൂടിക്കെട്ടിയിരിക്കുന്നു. ദയവ് ചെയ്തൊന്ന് നയിച്ചുവിടൂ. അങ്ങയെ രക്ഷിക്കാൻ അനുവദിക്കൂ. പ്ലീസ്, പ്ലീസ്. മോഹൻ, നിങ്ങൾ എന്റെ സഹോദരി വിവാഹം ചെയ്ത വിവരം അറിയിക്കാനാണ് വന്നത്. എന്നെ രക്ഷിക്കാനാണ് വന്നതെങ്കിൽ നിങ്ങളെ എനിക്ക് കാണേണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ക്ഷമിക്കണം. ഇനി നിങ്ങൾക്ക് പോകാം. എന്റെ സഹോദരി രക്ഷിച്ചതിന് നന്ദി. ഗുഡ് ബൈ.